ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്നു. പ്രിയദർശിനി സൗജന്യ യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും അതുപോലെ തന്നെ വിശിഷ്ടാതിഥികളെയും സ്വാഗതം ചെയ്യുന്നതിനായി കേരള സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് IAS ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ, ജനപ്രതിനിധികൾ, KSRTCയിലെ പ്രിയ സഹപ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഇന്ന് ഈ ആദ്യ യാത്രയിലൂടെ ഭാഗമാകുന്ന എൻ്റെ പ്രിയ സഹോദരിമാരെയും ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളെയും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിലെ വലിയ യാത്രകൾ എല്ലാം വിമാനത്താവളത്തിൽ നിന്നോ വലിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ആരംഭിക്കണമെന്നില്ല. ചില യാത്രകൾ ഒരു സാധാരണ ബസ് സ്റ്റോപ്പിൽ നിന്നും തുടർന്ന് കയ്യിലൊരു ചെറിയ ബാഗും മനസ്സിലൊരു വലിയ പ്രതീക്ഷയുമായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തമ്പാനൂർ ബസ് ടെർമിനൽ ആരംഭിക്കുന്ന യാത്ര ഒരു സാധാരണ ബസ് യാത്രയല്ല. ബസ് ഓർഡിനറിയാണ്, പക്ഷേ ഈ തീരുമാനം ഒട്ടും ഓർഡിനറി അല്ല. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന പ്രിയദർശിനി പദ്ധതി സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTCയുടെ ഓർഡിനറി ബസ്സുകൾ സൗജന്യമായി യാത്ര ചെയ്യാനുള്ള അവകാശം തുറന്നു കൊടുക്കുകയാണ്. പ്രായപരിധിയില്ല, വരുമാന പരിധിയില്ല, സാമൂഹിക പദവിയുടെ വേർതിരിവില്ല, പ്രത്യേക രേഖകളില്ല, മുൻകൂർ രജിസ്ട്രേഷനുമില്ല. ബസ്സിൽ കയറുക, കണ്ടക്ടറിൽ നിന്നും ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിലൂടെ 0 രൂപയുടെ പ്രിയദർശിനി ടിക്കറ്റ് സ്വീകരിക്കുക, യാത്ര തുടരുക. ടിക്കറ്റിലെ തുക 0ആണ്, പക്ഷേ ആ ടിക്കറ്റിൻ്റെ മൂല്യം അളക്കാനാവാത്തതാണ്. കാരണം ഒരു സ്ത്രീയുടെ യാത്ര പലപ്പോഴും ഒരാളുടെ മാത്രം യാത്രയല്ല. അതൊരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിലേക്കുള്ള യാത്രയാകാം, ഒരു കുടുംബത്തിൻ്റെ യാത്രയാകാം, ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിലേക്കുള്ള യാത്രയാകാം, ഒരു തൊഴിലിടത്തിലേക്കോ പരിശീലന കേന്ദ്രത്തിലേക്കോ ചെറിയൊരു സംരംഭത്തിലേക്കോ ഉള്ള യാത്രയായിരിക്കും. ചിലപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആത്മവിശ്വാസത്തിലേക്കുള്ള യാത്രയാകാം. യാത്ര ചെലവായി ഓരോ ദിവസവും മാറ്റിവെച്ചിരുന്ന ചെറിയ തുക പോലും ഇനി ഒരു കുടുംബത്തിന് കയ്യിൽ ശേഷിക്കും. ആ തുക കുട്ടിയുടെ പുസ്തകനാകാം, മരുന്നാകാം, ഭക്ഷണമാകാം, നാളേക്കായി സൂക്ഷിക്കുന്ന ചെറിയ സമ്പാദ്യമാകാം. അതിനാൽ ഇത് സൗജന്യ യാത്രയുടെ പദ്ധതി മാത്രമല്ല, ഇത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ പദ്ധതിയാണ്. ഇത് അവസരങ്ങളിലേക്കുള്ള പ്രവേശന പത്രമാണ്. പ്രിയദർശിനി തുറക്കുന്നത് ബസിന്റെ വാതിൽ മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും സംരംഭത്തിന്റെയും അഭിമാനത്തിന്റെയും വാതിലുകളാണ്. ഈ പദ്ധതിയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെയും തുല്യ അവകാശത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകം പ്രസക്തമാണ്. പൊതുഗതാഗതം എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാകുമ്പോഴാണ് പൊതുസ്ഥലം യഥാർത്ഥത്തിൽ പൊതുവാകുന്നത്. അതേസമയം ഈ പദ്ധതി നടപ്പാക്കുന്ന KSRTCയെ ദുർബലമാക്കിക്കൊണ്ടല്ല, അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. സൗജന്യം യാത്രക്കാർക്കാണ്. KSRTCയുടെ വരുമാനം സംരക്ഷിക്കപ്പെടും. പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കും. ഒരു പൊതുമേഖലാ സ്ഥാപനം എങ്ങനെ ഗതാഗത സേവനത്തിൽ നിന്നും സാമൂഹിക നീതിയിലേക്കുള്ള പാലമായി മാറുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പദ്ധതി. ഇന്നത്തെ ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണെന്നതിലും മനോഹരമായൊരു പ്രതീകമുണ്ട്. പ്രിയദർശിനിക്ക് മറ്റൊരു പച്ചയായ അർത്ഥവുമുണ്ട്. കൂടുതൽ പേര് സ്വകാര്യ വാഹനത്തിൽ നിന്നും പൊതുഗതാഗതത്തിലേക്ക് വരുമ്പോൾ ഇന്ധന ഉപയോഗം കുറയും, ഗതാഗത കുരുക്ക് കുറയും, കാർബൺ എമിഷൻസ് കുറയും. അതായത് ഈ പദ്ധതി കുടുംബത്തിന്റെ ചെലവ് കുറയ്ക്കുന്നതോടൊപ്പം ഭൂമിയുടെ ഭാരവും കുറയ്ക്കുന്നു. ഒരു നല്ല പൊതുനയം ഒരേ സമയം പല ജീവിതങ്ങളെയും സ്പർശിക്കണം. കുടുംബ ബഡ്ജറ്റിനെയും തൊഴിലവസരങ്ങളെയും സ്ത്രീ ശാക്തീകരണത്തെയും പൊതുഗതാഗതത്തെയും പരിസ്ഥിതിയെയും പ്രിയദർശിനി അത്തരം ഒരു ശ്രമമാണ്. സുഹൃത്തുക്കളെ, ഒരു സർക്കാർ ഉത്തരവിൽ പദ്ധതി ആരംഭിക്കാൻ
പക്ഷേ അതൊരു സാമൂഹിക മാറ്റമായി വളരുന്നതിന് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ജനപ്രതികളുടെയും പൊതുസമൂഹത്തിന്റെയും പങ്കാളിത്തം കൊണ്ടാണ്. ഈ പദ്ധതി സമയബന്ധിതമായി സജ്ജമാക്കിയ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർക്കും KSRTCയുടെ മാനേജ്മെന്റിനും ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും സാങ്കേതിക വിഭാഗങ്ങൾക്കും ഡിപ്പോ ജീവനക്കാർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു.